ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ബേബി ഷവർ കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇന്ന് അവളെയും അവളുടെ ഉണ്ണീനെയും കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ പുറത്ത് വന്ന് നിന്നിട്ടാണ് സംസാരിക്കണേ. പിന്നെ അതാ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല മഴക്കാറുണ്ട്, മഴ കിട്ടുമെന്നൊന്നും അറിയില്ല എന്തായാലും. അപ്പം നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് ഗുരുവായൂർ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ അവൾ എത്തിയിട്ടുണ്ട്. രഞ്ജന എന്നാട്ടോ അവളുടെ പേര്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണം, കാരണം ബസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കയറിയിരുന്നു. അവളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ പോയി നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ അതേ ഞങ്ങൾ നടന്നു വരുമ്പോൾ ബാക്കി 2 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ചീത്ത കേൾക്കുന്ന ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ 10:30 ആയിട്ടുണ്ടായിരുന്നു എത്താനായിട്ട്. പിന്നെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവളുടെ വീട്ടിലോട്ട് അങ്ങ് പോയി. ക്യാമറ കണ്ട വശം അവൾ മുഖം പൊത്തിയിട്ടാണ്. ഉണ്ണീനെ കണ്ടപ്പോൾ നമ്മുടെ നന്ദനെ വേഗം ചാടി കയറി എടുത്ത് മടിയിലൊക്കെ ഇരുത്തിയിട്ട് അതിനെ കളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ 21 ദിവസം ആകായിട്ടുള്ളൂ. അപ്പോൾ എനിക്കെടുക്കാനായിട്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം കുഞ്ഞു ഉണ്ണികളുടെ തല അങ്ങോട്ട് ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങ് എടുത്തു. കുറച്ച് നേരം ഉണ്ണീനെയൊക്കെ മടിയിലിരുത്തി കളിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ നമ്മുടെ നന്ദനേനെ ഞങ്ങൾ ട്രോളുമായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഒരു അഡ്വക്കേറ്റാണ് അവൾ ക്രിമിനൽ പ്ലസ് വേറെന്തോ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാവരും അവളെ സഹായിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ട്രോളാൻ ഒരവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വെറുതെ ആക്കരുതല്ലോ. അപ്പോൾ അവളെ ട്രോളി. പിന്നെ നമ്മൾ ഉണ്ണിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ഒരു ബേബി സെറ്റായിരുന്നു കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 28 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബോക്സ് ആയിരുന്നു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അതിലിടാണ്ടായിരുന്നത് നമ്മൾ ഉണ്ണികൾക്കൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പമ്പറായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ണികൾക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കഴുത്തിൽ അവർക്ക് ഡ്രസ്സിലും മേലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുക്കില്ലേ, അതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു റോസ് കളർ ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. വൈറ്റും ലൈറ്റ് പിങ്കും ആയിട്ടായിരുന്നു. അപ്പോൾ അതേ നല്ല ഒരു ലൈൻ വരുന്ന ഒരു ബനിയനായിരുന്നു. ബനിയൻ്റെ മുകളിൽ കുഞ്ഞൊരു കോഴിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിന് മാച്ചായിട്ടുള്ള ഒരു പ്ലെയിൻ കളറ് ലൈറ്റ് റോസ് ട്രൗസറും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വന്നിട്ട് ഒരു സോപ്പും ഉണ്ടായിരുന്നു, ഒരു ബേബി പൗഡറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും ഹിമാലയയുടെ ആയിരുന്നു. പിന്നെ നമ്മൾ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പെട്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വന്നിട്ട് ഒരു ടൗവിലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ണീനൊക്കെ തുടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെയിം കളർ തന്നെ ഒരു ടൗവിലും ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ബോക്സിൽ നോക്കുകയായിരുന്നു എന്തൊക്കെയൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും എന്നൊക്കെ നോക്കുകയായിരുന്നു. ഇത് കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു റോസും ആയാലേ, അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഞങ്ങൾ കണ്ടത്. നമുക്ക് അതിലൊരു ഷീറ്റും കൂടി ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ഷീറ്റ് ആയിരുന്നു, ഒരു കുഞ്ഞ് ഷീറ്റ്. അവർക്ക് ഇപ്പോൾ കുളിക്കുമ്പോൾ എണ്ണ തേപ്പിച്ച് കൊടുക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ബെഡിൽ കിടക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ എന്തിനു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഉടുപ്പാണ് കേട്ടോ പിന്നെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ പോകാറാകുമ്പോഴത്തേക്ക് ഉണ്ണി ഏതാണ്ട് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം അതിനെ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കളിച്ചതായിരുന്നില്ലേ. അങ്ങനെ പോകുമ്പോൾ ഉണ്ണീനോടും അവളോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വിട്ടാം. ലവളുമാർ 2 കൂടി സ്കൂട്ടിയിൽ കയറിയിട്ട് സ്ഥലം വിട്ടുവിട്ടു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു നെക്സ്റ്റ് പ്ലാൻ ചെയ്ത്. രഞ്ജന പോയിട്ട് മറ്റേ കണ്ണാടിയുടെ മുകളിൽ പോയിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളത് നടന്ന് നമ്മൾ ഗുരുവായൂരിലോട്ട് നടന്ന് ഓട്ടോ കിട്ടുന്നൊക്കെ വിചാരിച്ചു. ഓട്ടോയൊന്നും കിട്ടിയില്ല, ഭയങ്കര ചൂടായിരുന്നു. രാവിലെ വന്നിട്ട് മഴ പെയ്തപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഡേ മൊത്തം മഴയാവുന്നു, പക്ഷേ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ പോണത് ഗുരുവായൂർ അടുത്തുള്ള കഫേ ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ 2 ആ മൂലക്കിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു ഓർഡറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ വൈകാണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങളത് ഇരുന്നിട്ട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ട് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. ലോഡഡ് ഫ്രൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഷവർമാഷീന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒന്നുകൂടിയും ടേസ്റ്റ് വന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഷവർമാഷീത്തി കേട്ടോ. കാരണം ടേസ്റ്റ് ആയാലും ക്വാണ്ടിറ്റി ആയാലും ഒന്നുകൂടിയും ഷവർമാഷീത്തി ഇഷ്ടപ്പെട്ടെ. പിന്നെ നമ്മളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്ത്തവും കൂടി കുടിച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നന്ദനയ്ക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര തിരക്ക് കൂട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.